ഹലോ ഫ്രണ്ട്സ്, പ്ലസ് പോയിന്റ് അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഗുരുവായൂർ, മലബാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകളിൽ വിവിധ തസ്തികകളിലേക്കായി ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ ലഘുവിജ്ഞാപനമാണ്. ഇതിൻ്റെ വിശദമായ നോട്ടിഫിക്കേഷൻ kdrb.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് വായിച്ചു നോക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഗുരുവായൂർ, മലബാർ, തിരുവിതാംകൂർ എന്നീ ദേവസ്വങ്ങളിലാണ് വേക്കൻസികൾ ഉള്ളത്. അതിൽ നമ്മൾ ആദ്യത്തെ വേക്കൻസി നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മാത്രമേ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. കാറ്റഗറി നമ്പർ 39/2020 മെഡിക്കൽ സൂപ്രണ്ട്, ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെന്റർ. ശമ്പളം 68,700 രൂപ മുതൽ 1,10,400 വരെയാണ്. ഒരു ഒഴിവാണ് നിലവിലുള്ളത്. യോഗ്യതകൾ MBBS, 2 സർക്കാർ മേഖലയിലോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലെ കുറഞ്ഞത് 200 കിടക്കകളുള്ള ആശുപത്രിയിലെയോ 5 വർഷത്തിൽ കുറയാത്ത സേവന പരിചയം. അതുപോലെ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ നിലവിലുള്ള സ്ഥിരം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ വേക്കൻസി കാറ്റഗറി നമ്പർ 40/2020 അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ, ഗുരുവായൂർ ദേവസ്വം. ശമ്പളം 39,500 മുതൽ 83,000 രൂപ. ഒഴിവുകൾ 2 എണ്ണമാണ്. യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗിനുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. മൂന്നാമത്തെ കാറ്റഗറി നമ്പർ 41/2020 ക്ലാർക്ക്, മലബാർ ദേവസ്വം നേരിട്ടുള്ള നിയമനം. ശമ്പളം 19,000 മുതൽ 43,600 വരെയാണ്. ഒഴിവുകൾ 10 എണ്ണമാണ്. യോഗ്യതകൾ +2 പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. അതുപോലെ DCA അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. നാലാമത്തെ കാറ്റഗറി നമ്പർ 42/2020 ക്ലർക്ക്, മലബാർ ദേവസ്വം ബോർഡിൽ 10 വർഷം സർവീസ് പൂർത്തിയാക്കിയ താഴ്ന്ന ശമ്പളമുള്ള സ്ഥിരം ക്ഷേത്ര ജീവനക്കാരിൽ നിന്നും തസ്തിക മാറ്റമായി ഉള്ളതാണ്. അതിന് ശമ്പളം 19,000 മുതൽ 43,600 വരെയാണ്. ഒഴിവുകൾ 5 എണ്ണമാണ്. യോഗ്യതകൾ +2 പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, DCA അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. കാറ്റഗറി നമ്പർ 43/2020 ഗോൾഡ് സ്മിത്ത്, മലബാർ ദേവസ്വം ബോർഡ്. ശമ്പളം 18,000 മുതൽ 41,500 വരെയാണ്. ഒരു ഒഴിവാണുള്ളത്. യോഗ്യതകൾ SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. അതുപോലെ സ്വർണം, വെള്ളി ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അറിവും വൈദഗ്ധ്യവും ആ മേഖലയിൽ 3 വർഷത്തിൽ കുറയാത്ത പരിചയവും ഉണ്ടായിരിക്കണം. കുറിപ്പ്: പ്രവൃത്തി പരിചയം തെളിയിക്കുന്നതിനായി സ്വർണം, വെള്ളി ആഭരണങ്ങൾ നിർമ്മിക്കുന്നതോ വിപണനം ചെയ്യുന്നതോ ആയ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ്. കാറ്റഗറി നമ്പർ 44/2020 ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ്, മലബാർ ദേവസ്വം. ശമ്പളം 18,000 മുതൽ 41,500 വരെ. ഒഴിവുകൾ കണക്കാക്കപ്പെട്ടിട്ടില്ല. യോഗ്യതകൾ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ 3 വർഷമായി നിലവിലുള്ള LMB ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ മികവ് ഉണ്ടായിരിക്കണം. അതുപോലെ LMB ഓടിക്കുന്നതിനുള്ള പ്രാവീണ്യം ഒരു പ്രായോഗിക പരീക്ഷയിലൂടെ പരിശോധിക്കുന്നതാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 45/2020 LD ടൈപ്പിസ്റ്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശമ്പളം 19,000 മുതൽ 43,600 വരെയാണ്. ഒഴിവുകൾ 7 എണ്ണം. യോഗ്യതകൾ SSLC പാസ്സായിരിക്കണം. അതുപോലെ തത്തുല്യ യോഗ്യത. ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവറിലും മലയാളം ലോവറിലും ഉള്ള KGTE സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ഇതാണ് ഇതിൻ്റെ യോഗ്യത പറഞ്ഞിരിക്കുന്നത്. പ്രായപരിധി നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 39/2020 പ്രായപരിധി 25-നും 40-നും മധ്യേ. ഉദ്യോഗാർത്ഥികൾ 1/1/1995-നും 2/1/1980-നും മധ്യേ ജനിച്ചവരായിരിക്കണം. കാറ്റഗറി നമ്പർ 40/2020 പ്രായപരിധി 25-നും 36-നും മധ്യേ. ഉദ്യോഗാർത്ഥികൾ 1/1/1995-നും 2/1/1984-നും മധ്യേ ജനിച്ചവരായിരിക്കണം. കാറ്റഗറി നമ്പർ 41/2020, 43/2020, 44/2020 ഇവയുടെ പ്രായപരിധി 18-നും 35-നും മധ്യേ. ഉദ്യോഗാർത്ഥികൾ 1/1/2002-നും 2/1/1985-നും മധ്യേ ജനിച്ചവരായിരിക്കണം. കാറ്റഗറി നമ്പർ 45/2020 പ്രായപരിധി 18-നും 36-നും മധ്യേ. ഉദ്യോഗാർത്ഥികൾ 1/1/2002-നും
2/1/1984 മധ്യേ ജനിച്ചവരായിരിക്കണം. കാറ്റഗറി നമ്പർ 42/2020. പരമാവധി 50 വയസ്സാണ് പറയുന്നത്. ഉദ്യോഗാർത്ഥികൾ 2/1/1970 അതിനുശേഷമോ ജനിച്ചവരായിരിക്കണം. പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു പിന്നോക്ക സമുദായങ്ങൾക്കും നിയമാനുസൃതമായ വയസ്സുളവുകൾ തസ്തിക മാറ്റം ഒഴികെ ഉള്ള എല്ലാ തസ്തികകൾക്കും ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 39/2020 അപേക്ഷാ ഫീസ് 1000 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 750 രൂപയെ വരുന്നുള്ളൂ. കാറ്റഗറി നമ്പർ 40/2020 500 രൂപ അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 250 രൂപ. കാറ്റഗറി നമ്പർ 41/2020 43/2020 45/2020 അപേക്ഷാ ഫീസ് 300 രൂപ. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 200 രൂപയെ ഫീസ് വരുന്നുള്ളൂ. കാറ്റഗറി നമ്പർ 44/2020 200 രൂപ. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 100 രൂപ. കാറ്റഗറി നമ്പർ 42/2020 അപേക്ഷാ ഫീസ് വരുന്നത് 300 രൂപയാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിനും വിശദവിവരങ്ങൾക്കും www.kdrb.kerala.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്